once again to the battery of അസമയമേധം. ലോകത്തിലെ ആദ്യത്തെ റിവേഴ്സ് ക്വിസ്. For every action there is an equal and opposite reaction and quotation of the corporation എന്ന് ജെയിംസ് ബോണ്ട് പറഞ്ഞ വരികളെ സ്മരിച്ചുകൊണ്ട് അസമയമേധം ആരംഭിക്കുന്നു. ഇന്നത്തെ റിവേഴ്സ് ക്വിസിൽ പങ്കെടുക്കാനുള്ളവർക്കുള്ള സൂചന നൽകുന്നു. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് മത്സരിക്കാം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഇതാര് പറഞ്ഞ വരികളാണ്? ഉണ്ണിയുടെ അച്ഛൻ. ഉത്തരം വളരെ കറക്റ്റ് ആണ്. ആ പറഞ്ഞാൽ റിവേഴ്സ് ക്വിസിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞു. ആ ഉത്തരം പറഞ്ഞത് മറ്റാരുമല്ല, അന്ധകാര കോളനിയിലെ ചെല്ലമ്മ ചേച്ചി. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന വാക്ക് പറഞ്ഞത് ആരാണെന്ന ചോദ്യത്തിന് ഉണ്ണിയുടെ അച്ഛൻ എന്ന് ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ആരാണ് ഈ ഉണ്ണിയും ഉണ്ണിയുടെ അച്ഛനും? ഉണ്ണി എന്റെ മോൻ, ഉണ്ണിയുടെ അച്ഛൻ എന്റെ കെട്ടിയൻ. ഞങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് വന്നപ്പോ അയാൾ എന്റെ മകാൻ ഉണ്ണിയോട് പറഞ്ഞ വാക്കുകളാണ് കേട്ടാ. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തപസല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞ് ഹിമാലയത്തിലേക്ക് ഒരു പോക്ക് അങ്ങാട് പോയി. എന്തിനാണെന്നറിയാമോ? തപസിന്. പിന്നെ തിരിച്ചു വന്നിട്ടില്ല കേട്ടാ. അതിനുശേഷം ചേച്ചി അന്വേഷിച്ചു പോയിട്ടുമില്ലേ? ഓ, ഹിമാലയത്തിലേക്കൊക്കെ ആര് പോകാനാണ്? എനിക്ക് അതിനുള്ള സമയമില്ല കേട്ടാ. പിന്നെ ജയിലിൽ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. ജയിലിലോ? അതെന്തിനാണ്? ഇപ്പൊ ഈ സ്വാമിമാരെയൊക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കണ സീസൺ ആണല്ല. നമ്മക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു നോക്ക് കാണാനില്ലാന്നും കരുതി ഇടയ്ക്കിടയ്ക്ക് പോണതാണ് കേട്ടാ. ഭർത്താവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, കറണ്ടിന്റെ കാര്യത്തിലേക്ക് വരാം. എല്ലായിടത്തും പോലെ നിങ്ങളുടെ കോളനിയിലും കറണ്ട് പോകാറുണ്ടോ? അവിടെ അങ്ങനെ പോകൊന്നുമില്ല, ഇടക്കിടക്ക് വരും. എന്തായാലും മത്സരം ആരംഭിക്കാം. ആ വാടാ, എന്നാ മത്സരം ആരംഭിക്കാൻ ഇങ്ങാട് ഇറങ്ങി വാടാ. അവിടെ അയ്യോ ചേച്ചി, മത്സരം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഇയാക്കടെ ഉദ്ദേശം എന്താണ്? അത് ആദ്യം പറയാ. ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, റിവേഴ്സ് കിസ്. ഇതിനാണാടാ ഇങ്ങാട് വരാൻ പറഞ്ഞത്? അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. എന്താണെങ്കിലും നടക്കത്തില്ലടോ. സമ്മതിച്ചിരിക്കുന്നു. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ബാറ്ററി ഓഫ് അസമയമേധം. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നയാളെ 20 സൂചനകളിലൂടെ ഞാൻ പറയും. ഞാൻ പരാജയപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് 1000 രൂപ തരും. എത്ര രൂപ തരുമെന്നാണ് പറഞ്ഞത്? 1000 രൂപ തരും. 1000 രൂപ. ഇയാള് പരാജയപ്പെട്ടാൽ എനിക്ക് 1000 രൂപ തരും. ഞാൻ പരാജയപ്പെട്ടാൽ ഇയാൾ എനിക്ക് 1000 രൂപ തരും. അതെന്തിനാ? എനിക്ക് 2000 രൂപയുടെ ആവശ്യമുണ്ടോ? അത് പറ്റില്ല. ഈ മത്സരത്തിൽ ഒരു നിയമമുണ്ട്. അതായത് ഞാൻ പരാജയപ്പെട്ടാൽ ഞാൻ 1000 രൂപ തരും. ഒരു കാര്യം ചെയ്യാം, ചേച്ചി പരാജയപ്പെട്ടാൽ 500 രൂപ എനിക്ക് തന്നാൽ മതി. സമ്മതിച്ച് 500 രൂപ തരാം. ചേച്ചി മനസ്സിൽ ഒരാളെ വിചാരിച്ചോളൂ. വിചാരിച്ച്. നിങ്ങൾ ഉദ്ദേശിച്ചയാൾ ഭാരതീയനാണോ? ഈ പൂത്തോട്ട എന്ന് പറയുന്ന സ്ഥലം ഭാരതമാണോ? പൂത്തോട്ട ഈ ചെക്കോസ്ലോവിക്കൻ ഭൂഖണ്ഡത്തിൽ പെട്ടതല്ലേ? ഈ ഭൂഖണ്ഡമൊക്കെയാണ്, കണ്ടത്തിന്റെ നടുവിലാണ് ഞങ്ങളുടെ വീട്. ചുറ്റും കണ്ടമാണ്. ശരി. നിങ്ങൾ വിചാരിച്ചയാൾ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. അപ്പോൾ മരിച്ചയാളാണോ? അല്ല. ജീവിച്ചിരിപ്പുമില്ല, മരിച്ചിട്ടുമില്ല. അതെങ്ങനെ? ഒരു പ്രയോജനം ഇല്ലാത്ത ഒരാള് ജീവിച്ചിരുന്നാൽ എന്ത്, മരിച്ചാലെന്ത്? നിങ്ങൾ ഉദ്ദേശിച്ചയാൾ ആണാണോ? ഞാൻ വിചാരിച്ചത് ആണാണെന്നാണ് കേട്ടാ. പിന്നീടാണ് മനസ്സിലായത് ആണും പെണ്ണും കെട്ടവനാണെന്ന്. 50 വയസ്സിന് മുകളിൽ പ്രായം? അങ്ങോട്ടൊന്നും എത്തൂല കേട്ടാ. കയ്യിലിരിപ്പ് വളരെ മോശമാണ്. കലാ, കായികം, രാഷ്ട്രീയം എല്ലാത്തിലും പെടും. 3 എണ്ണവും ഉണ്ടോ? പോരാത്തതിന് നല്ല വെള്ളവടിയുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഏത് സമരത്തിലും പോകും. ഇന്ന പാർട്ടിയൊന്നുമില്ല, ഒരു ഫുള്ളാണ് കണക്ക്. പൂത്തോട്ടക്കാരനായ, ജീവിച്ചിരിപ്പില്ലാത്ത എന്നാൽ മരിച്ചിട്ടുമില്ലാത്ത, 50 വയസ്സിന് മുകളിൽ പ്രായമില്ലാത്ത, കലാ, കായിക, രാഷ്ട്രീയക്കാരനായ, സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഈ വ്യക്തി ആരാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ പരാജയം സമ്മതിച്ചിരിക്കുന്നു. ചേച്ചിക്കിതാ സമ്മാനമായി 1000 രൂപ. ഇനി ചേച്ചി മനസ്സിൽ വിചാരിച്ചത് ആരെയാണെന്ന് പറയൂ. ആരാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഏതാള്? എന്റെ മിനിക്കുട്ടിയുടെ അച്ഛൻ. പുള്ളിയല്ലേ ഹിമാലയത്തിൽ പോയത്? അത് ഉണ്ണിയുടെ അച്ഛൻ. ഇതെന്റെ മോള് മിനിക്കുട്ടിയുടെ അച്ഛൻ. അതാരാണ്? അതാരാണെന്ന് അറിയാനല്ലേ ഞാൻ ഇങ്ങാട് വന്നത്. എന്റെ 3ാമത്തെ മോള് ശ്യാമള മോളുടെ അച്ഛനോട് ഞാൻ ചോദിച്ചു കേട്ടാ. അപ്പൊ അയാള് പറയുന്ന അയാൾക്ക് അറിഞ്ഞുകൂടാന്ന്. അയാള് മനസ്സാവാതെ അറിഞ്ഞിട്ടില്ലാന്ന്. ജ്യോത്സ്യന്മാരോട് മുഴുവൻ ചോദിച്ചു, അവർക്കും അറിയില്ലാന്ന്. അപ്പോഴാണ് ടിവിയിൽ കണ്ടത് ആരായാലും താൻ കണ്ടുപിടിച്ചു തരുമെന്ന്. ഇതിപ്പോ തനിക്കും അറിയില്ലേ? അപ്പൊ താനും തോറ്റു, ഞാനും തോറ്റു. എന്നാ പിടി 500 രൂപ. അപ്പോ ചേച്ചിക്ക് ആളെ അറിഞ്ഞുകൂടാ, അപ്പോൾ ചേച്ചിയും തോറ്റു. അസമയമേധത്തിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം പ്രപഞ്ചം ഉരുണ്ടതല്ലേ. ഇയാൾ എന്താണ് പറഞ്ഞ? ഒന്നുകൂടെ പറഞ്ഞേ.
അല്ല കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഈ പ്രപഞ്ചം ഉരുണ്ടതല്ലേ. ഓ ഇതേ ഉരുണ്ടുകളി കളിച്ചാണല്ലോ അന്ന് അയാള് മുങ്ങിയത്. അപ്പൊ ഇയാള് തന്നെയാണ്. ഒരു പക്ഷേ ആയിരിക്കാം, അല്ലായിരിക്കാം. എന്തായാലും അതുവരെ ഗുഡ് ബൈ.